നിന്നിലേക്ക് ഭാഗം 86. റൂമിലെത്തിയിട്ടും മിത്ര ശിവയോട് സംസാരിക്കാൻ തയ്യാറായില്ല. അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ച് ബെഡിൽ കയറി കിടന്നു. ശിവ ഡോറടച്ച് ലൈറ്റ് കെടുത്തി ഡിം ലൈറ്റ് ഇട്ട് അവൾക്കടുത്തേക്ക് കിടന്നു. അവൾ അവനിൽ നിന്നും അല്പം കൂടി നീങ്ങിക്കിടന്നു. ചിരിയോടെ അവൾക്കടുത്തേക്ക് കിടന്ന് ശിവ മിത്രയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. മിത്ര അവൻ്റെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിനനുസരിച്ച് ശിവയുടെ കൈകൾ അവളിൽ മുറുകി. മിത്ര അനങ്ങാതെ കിടന്നു. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ശ്രീ, ചുറ്റും ശത്രുക്കളാണെന്ന്. അവരൊക്കെ ഇപ്പോഴും ജീവനോടുണ്ടെന്ന്. എന്നിട്ടും നീ അതൊന്നും ഓർക്കാതെ ഐശുവിനെ കൂട്ടി പുറത്തേക്ക് പോയിന്ന് അറിഞ്ഞപ്പോൾ, അതും എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ ദേഷ്യം വന്നുപോയി. അതാ ഞാൻ ദേഷ്യപ്പെട്ടെ, അവൻ പറഞ്ഞു. അവൾ മറുപടി പറഞ്ഞില്ല. ഞാൻ ചെയ്തത് തെറ്റായിന്ന് എൻ്റെ സ്ത്രീക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. മിത്ര കഴുത്തൊന്ന് വെട്ടിച്ചു. എങ്കിലും മറുപടി മാത്രം പുറത്തേക്ക് വന്നില്ല. ഞാൻ ദേഷ്യപ്പെട്ടതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ, എൻ്റെ പേടി കൊണ്ടാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്ന് ബെഡിൽ മലർന്നു കിടന്നു. പക്ഷേ മിത്ര തന്നെ ഒന്ന് നോക്കുന്നത് കൂടിയില്ല എന്നത് അവനിൽ വേദന നിറച്ചു. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. തന്നിൽ നിന്നും മുഖം തിരിച്ചു കിടക്കുന്ന മിത്രയെ ഒന്ന് നോക്കി അവൻ ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. പെട്ടെന്ന് മിത്ര അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എവിടെ പോവാ? അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എവിടെയില്ല, നീ ഉറങ്ങിക്കോ, അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ വേർപെടുത്തി. എവിടെയും പോണ്ട. മിത്ര പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നീ എന്നോട് പിണക്കല്ലേ? പിന്നെന്താ? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എല്ലാവരുടെയും മുന്നിൽ നിന്ന് ദേഷ്യപ്പെട്ടില്ലേ, അപ്പോൾ സങ്കടം വന്നു, അതുകൊണ്ടാ. അവൾ ചുണ്ട് പിളർത്തി. നീ തെറ്റ് ചെയ്തിട്ടല്ലേ? എല്ലാം നിനക്കറിയാവുന്നതല്ലേ? അവനും ചോദിച്ചു. സോറി. മിത്ര അവൻ്റെ തോളിലേക്ക് തലചാരി വെച്ച് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ ചിരിച്ചു. ഇത്ര പെട്ടെന്ന് ഐശുവിൻ്റെയും മിഥുവിൻ്റെയും വിവാഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശ്രീ. ശിവ പറഞ്ഞു. ഞാനും. എന്നാലും സാരല്ല, അവള് എത്രയും പെട്ടെന്ന് മിഥുനേട്ടൻ്റെ ആവട്ടെ. പാവം, എത്ര ആഗ്രഹിച്ചതാ. മിത്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നുന്നു ശ്രീ, അവൻ പറഞ്ഞു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഐശു എന്നും ഉള്ളിലൊരു നോവായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ സ്നേഹിക്കാനും അവൾക്ക് സ്നേഹിക്കാനും ഒരാൾ, അതും എൻ്റെ മിഥു. അവനേക്കാൾ നല്ലൊരുവനെ ഞാൻ അന്വേഷിച്ചാൽ പോലും എൻ്റെ ഐശുവിന് വേണ്ടി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ശിവ മിത്രയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ മടിയിലേക്ക് ഇരുത്തി. മിത്ര അവനെ കുറുമ്പോടെ നോക്കി. താങ്ക്സ്, എൻ്റെ അനിയത്തിയുടെ മനസ്സ് മനസ്സിലാക്കിയതിന്, എന്നോടത് പറഞ്ഞതിന്. ശിവ മിത്രയുടെ നെറ്റിയിൽ ചുംബിച്ചു. അവള് എൻ്റെ കൂടി അനിയത്തിയല്ലേ ദത്തേട്ടാ? മിത്ര പറഞ്ഞു. ശിവ അവളെ കൂർപ്പിച്ചു നോക്കി. അനിയത്തിയോ? നിന്നേക്കാ മൂത്തത് അവള്. ശിവ മിത്രയുടെ കവിളിൽ പിടിച്ചു വലിച്ചു. ആയിക്കോട്ടെ, ഞാനേ ഏട്ടത്തിയമ്മയാ, അപ്പോൾ ദത്തേട്ടൻ അനിയത്തി എൻ്റെ അനിയത്തിയാ. മിത്ര ചുണ്ടുകൊട്ടി. ആഹാ, അങ്ങനെയാണോ? നീ ഏട്ടത്തിയമ്മയാണോ? ശിവ ചിരിയോടെ അവളുടെ കവിളിൽ മീശ വെച്ച് ഉരസി. ദത്തേട്ടാ ഒതുങ്ങ്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എല്ലാം വേഗം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. നിന്റെ പഠിത്തമൊക്കെ ആകെ മുടങ്ങിക്കിടക്കുമല്ലേ? ശിവ അവളുടെ തലമുടിയിലൂടെ തഴുകി. മിത്രയുടെ മുഖം മങ്ങി. എന്തു പറ്റി? അത് കണ്ട് അവൻ ചോദിച്ചു. ഇവിടെന്ന് പോണല്ലേ? അവൾ ചോദിച്ചു. പിന്നെ പോണ്ടേ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മളെന്ന് ഇവിടെ നിൽക്കുന്നു പേടിച്ച് കരഞ്ഞ എൻ്റെ സ്ത്രീ തന്നെയാണത്. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശരിയാണ്, പക്ഷെ ഇപ്പോൾ ഇവരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ദത്തേട്ടാ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. അറിയാ ശ്രീ, പക്ഷേ നമ്മൾ പോയാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. നിനക്ക് എപ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നുന്നോ അപ്പോൾ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? അവൻ അവളുടെ കവിളിൽ പതിയെ കടിച്ചു. മിത്ര മൂളി. എന്താണ് മൂളലിന് അത്ര ശക്തി പോരല്ലോ? പറയ്. ഇനിയിപ്പോൾ മനസ്സമ്മതവും കല്യാണമൊക്കെ ആയി ആകെ തിരക്കാവും. എൻ്റെ സ്ത്രീക്ക് എന്ത് ഡ്രസ്സാ വേണ്ടേ? അവൻ പ്രണയത്തോടെ ചോദിച്ചു. അതൊന്നും ആലോചിച്ചിട്ടില്ല, ഭദ്രയോട് കൂടി ചോദിക്കട്ടെ, എന്നിട്ട് പറയാം, അവൾ ആവേശത്തോടെ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പോൾ എന്നോടുള്ള പിണക്കൊക്കെ തീർന്നില്ലേ? അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് മറ്റെന്തോ ഭാവം നിറഞ്ഞു. ആ നോട്ടം കണ്ട് അവൾ മൂളി. അപ്പോൾ വാ, ഇനി ദത്തേട്ടൻ എൻ്റെ സ്ത്രീയെ ഒന്ന് സ്നേഹിക്കാം.
വഷളച്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് ശിവ മിത്രയെ അങ്ങനെ തന്നെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ദത്തേട്ടാ, മിത്ര ചിണുങ്ങി. ഷ്. അവൻ അവളുടെ ചുണ്ടിനു മുകളിൽ വിരൽ വെച്ച് പറഞ്ഞു. മിത്ര പിടച്ചിലോടെ അവനെ നോക്കി. അതേ നിമിഷം തന്നെ ശിവ താഴ്ന്നു വന്ന് മിത്രയുടെ ചുണ്ടിനു മുകളിൽ വെച്ചിരിക്കുന്ന വിരലിനു മുകളിൽ പതിയെ ചുണ്ടുകൾ അമർത്തി. മിത്ര മൂളി. പതിയെ അവൻ ആ വിരലുകൾ എടുത്തു മാറ്റുന്നതും ആ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളെ ഒന്നാകെ പൊതിയുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ മിത്ര ശിവയെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തമർത്തി. അതേ, മാറിക്കിടന്നേ മോൻ, ഇപ്പം എന്നും ഇതൊരു ശീലമായിട്ടുണ്ട്. എനിക്ക് ഉറങ്ങണം, അവൾ കുറുമ്പോടെ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ, മാറിയത് തന്നെ. ഈയൊരു ശീലം മാറ്റാൻ എനിക്കൊരു ഉദ്ദേശമില്ല എൻ്റെ ഭാര്യയെ. ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും എനിക്കിത് ഒത്തിരി ഇഷ്ടാ, കുസൃതിയോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കഴുത്തിൽ മുഖമിട്ടുരസി. ദത്തേട്ടാ, മിത്ര ഏങ്ങലോടെ വിളിച്ചു. അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ത് കഷ്ടപ്പാട്? അവൾ പെട്ടെന്ന് ചോദിച്ചു. അത് ഈ ഡ്രസ്സൊക്കെ വലിച്ചു പറിച്ചു കളയാൻ ബുദ്ധിമുട്ടാണെന്നേ ശ്രീ. ചിലപ്പോൾ ദേഷ്യം വരും. മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ കണ്ടോളാൻ വയ്യാതെ കിടക്കുമ്പോൾ ഇതൊന്നും അഴിച്ചാലും കിട്ടില്ല. നിനക്ക് റൂമിൽ വരുമ്പോൾ തന്നെ ഇതൊക്കെ അഴിച്ചിട്ട് കിടന്നൂടെ? വഷളത്തരത്തോടെ പറയുന്ന ചെക്കൻ പെട്ടെന്ന് അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി അവളുടെ നഗ്നമായ വയറിൽ കൈ അമർത്തിയിരുന്നു. മിത്ര ഏങ്ങിക്കൊണ്ട് അവനെ അള്ളിപ്പിടിച്ചുപോയി. അവൻ്റെ കള്ളനോട്ടത്തിൽ അവളുടെ മുഖം ചുവന്നു. ഇയാൾ വേണമെങ്കിൽ കഷ്ടപ്പെട്ടാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നാണം മറച്ചവൾ കുറുമ്പോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ടല്ലോ. എനിക്കിനി ഇതൊന്നുമില്ലാതെ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും ഞാനതങ്ങോട്ട് സഹിക്കും, ശ്വാസം പോലുള്ള ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവളുടെ മാറിലായി മുഖമമർത്തവേ ഏങ്ങിപ്പോയവൾ അവൻ്റെ തലമുടിയിൽ കൈയമർത്തി. അവളിലെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുന്നവനിൽ ഒട്ടും ക്ഷമയില്ല എന്ന് ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവളുടെ നഗ്നമേനിയിൽ അവൻ്റെ ചുണ്ടിഴയുമ്പോൾ അവൻ അവളെ സ്ത്രീ എന്ന് നിശ്വാസം പോലുള്ള ശബ്ദത്തിൽ വിളിച്ചു. മിത്ര പിടഞ്ഞു. അവൻ്റെ മുഖം അവനേറെ പ്രിയപ്പെട്ട മറുകുകളിലായി അമരവേ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞവൾ ശരീരത്തിൽ ഉയരുന്ന താപത്തോടെ അവനെ വിളിച്ചു പുലമ്പി. അവനെ അറിയാനുള്ള അവസരം അവൾക്കും അവൻ നൽകവേ ശിവയ്ക്ക് ആ പെണ്ണ് എന്നും ഒരു അത്ഭുതമാകുകയായിരുന്നു. അവൻ്റെ സ്ത്രീ ഒരുപാട് വലുതായെന്ന് അവന് തോന്നുന്നത് അപ്പോൾ മാത്രമായിരിക്കണം. അത്രമേൽ കുറുമ്പാണ് ആ പെണ്ണിനപ്പോൾ. അവനെ അടിമുടി വിറപ്പിച്ചു കളയുന്നു ശിവദത്തൻ്റെ ശ്രീമിത്ര. ഒടുവിൽ അവളിലേക്കൊരു പെരുമഴക്കാലം തീർത്തവൻ അവളുടെ മാറിൽ തന്നെ അഭയം പ്രാപിക്കവേ ആ റൂം മുഴുവൻ ഇരുവരുടെയും കിതപ്പുകൾ മാത്രം ഉച്ചത്തിൽ കേട്ടു. ശ്രീ. അതേ കിതപ്പോടെ അവൻ വിളിച്ചു. അവൾ അവനെ നോക്കി. എൻ്റെ ശ്രീ, ഇത്രയും കാലം നമ്മൾ പിണങ്ങിയിരിക്കരുതായിരുന്നു അല്ലേ? എത്ര രാത്രികളാ വെറുതെ പോയത്. കിതപ്പടങ്ങിയ നേരം അവൻ കുസൃതിയോടെ പറഞ്ഞതും ചുവന്ന റോസാപ്പൂ പോലെ കിടക്കുന്ന മിത്ര അവൻ്റെ നോട്ടത്തിലും സംസാരത്തിലും വിറച്ചുകൊണ്ട് അവൻ്റെ മുഖം അങ്ങനെ തന്നെ അവളുടെ മാറിലേക്ക് ഒളിപ്പിച്ചു. പക്ഷെ അപ്പോഴും ആ ചെറുക്കൻ അവളോട് വീണ്ടും എന്തൊക്കെയോ വഷളത്തരം പറഞ്ഞു ചെല്ലുന്നുണ്ട്. ശിവദത്തൻ്റെ പ്രാണനായി അവൻ്റെ മാത്രം ശ്രീ. ഇന്നായിരുന്നു ഐശുവിൻ്റെയും മിഥുവിൻ്റെയും മനസ്സമ്മതം. തീർത്തും ലളിതമായിട്ടായിരുന്നു ചടങ്ങ് നടത്തിയിരുന്നത്. പരസ്പരം വാഗ്ദാനം നൽകിക്കൊണ്ട് ആ ചടങ്ങ് അവസാനിക്കുമ്പോഴും ഇരുവരുടെയും ഉള്ളം സന്തോഷം കൊണ്ട് തുടി കൊട്ടുകയായിരുന്നു. പർപ്പിൾ നിറത്തിലുള്ള അത്യാവശ്യം ഹെവി വർക്കുള്ള ഒരു ലെഹങ്കയായിരുന്നു ഐശുവിൻ്റെ വേഷം. മിഥു ഒരു ബ്ലൂ കളർ സ്യൂട്ടിലാണ്. ഐശുവിൻ്റെ ജീവിതം കാണാൻ ആഗ്രഹിച്ച എല്ലാവരുടെയും കണ്ണുകൾ ചടങ്ങ് കണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൻ്റെ കാര്യം അധികം ആരിലേക്കും എത്താതിരിക്കാൻ ശിവ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മിഥുവും ഐശുവും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ പരസ്പരം ഒന്നാവാനുള്ളൂ എന്ന തിരിച്ചറിവിൽ ഇരുവരുടെയും കണ്ണുകൾ പ്രണയത്തോടെ തിളങ്ങി. ചെറിയ ഫംഗ്ഷൻ ആയിരുന്നെങ്കിലും മിത്രയും ഭദ്രയും ശരിക്കും അടിച്ചു പൊളിച്ചു. മെറൂൺ കളറിലുള്ള നെറ്റിൽ സ്റ്റോൺ വർക്ക് വരുന്ന ലെഹങ്കയാണ് മിത്രയുടെ വേഷം. അതേ നിറത്തിൽ തന്നെയുള്ള സ്യൂട്ടാണ് ശിവ ധരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ റെഡ് കളറാണ് ഭദ്രയുടെയും വിച്ചുവിൻ്റെയും വേഷം. എല്ലാം കൊണ്ടും സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന അന്തരീക്ഷം. എന്നാൽ ഇങ്ങിവിടെ കിരണിൻ്റെ വീട്ടിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ കയ്യിൽ കിട്ടിയ ഫ്ലവേഴ്സ് എടുത്ത് കിരൺ ദേഷ്യത്തോടെ ടി വിയിലേക്ക് എറിഞ്ഞു. ടി വിയുടെ ഗ്ലാസ് തകർന്നു വീഴുന്നത് കണ്ടിട്ടും ഒരു ഭ്രാന്തനെ പോലെ കിരൺ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എറിഞ്ഞുടച്ചു. ഐശു, അവൻ ഉറക്കെ അലറി. ഇല്ല, എനിക്ക് വേണം നിന്നെ ഐശു.
അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. അവളുടെ പേര് പുലമ്പിക്കൊണ്ട് തന്നെ അവൻ തളർച്ചയോടെ ബെഡിലേക്ക് വീണു. ഇല്ല, അനുവദിക്കില്ല മിഥുൻ, തരില്ല അവളെ നിനക്ക് ഞാൻ. കിരണിൻ്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു. അതൊന്നും അറിയാതെ മിഥുവും ഐഷുവും മുന്നോട്ടുള്ള തങ്ങളുടെ പ്രണയം നിറഞ്ഞ ജീവിതം സ്വപ്നം കാണുകയായിരുന്നു അപ്പോൾ. മിഥുവിൻ്റെയും ഐഷുവിൻ്റെയും വിവാഹത്തിന് ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സമ്മതം കഴിഞ്ഞ ശേഷം മിഥു മിക്കപ്പോഴും പാലക്കലിലേക്ക് വരാറുണ്ട്. ഐഷുവിനോടൊപ്പം ഇരുന്ന് തനിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇരുവരെയും ഒരുമിച്ച് ഇതുവരെയും പുറത്തേക്ക് പോവാൻ ശിവ അനുവദിച്ചിട്ടില്ല. വിവാഹം കഴിയുന്നത് വരെ അവൻ്റെ ഉള്ളിൽ ടെൻഷനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മിഥുവും മറുത്തൊന്നും പറയാതെ അവനെ അനുസരിച്ചു. വിവാഹം ചെറിയ രീതിയിൽ മതിയെന്ന് ഐഷുവും മിഥുവും പറഞ്ഞെങ്കിലും ഓഫീസിലെ സ്റ്റാഫിനെയും ബിസിനസ്സിലെ ചില വേണ്ടപ്പെട്ടവരെയുമെല്ലാം സാഗർ ക്ഷണിച്ചിട്ടുണ്ട്. മിത്രയുടെ അച്ഛനും വിദ്യയും വിശ്വയും കാശിയും അജുവുമെല്ലാം കല്യാണം പ്രമാണിച്ച് പാലക്കലിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ടതോടെ മിത്രയും ഹാപ്പിയായി. ഇനി വിവാഹം കഴിഞ്ഞ ശേഷം വാസുദേവനെ ഒന്ന് കണ്ട് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർത്ത് വിശ്വയ്ക്കും കാശിക്കും അജുവിനുമൊപ്പം തിരികെ പോവാനാണ് ശിവയുടെ പ്ലാൻ. പക്ഷേ തിരികെ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അവൻ ഇതുവരെ സാഗറിനോടും മറ്റുള്ളവരോടും സംസാരിച്ചിട്ടില്ല. വിച്ചുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഇത്ര ദൂരയാത്ര പറ്റാത്തതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ പാലക്കൽ വീട് തീർത്തും ഒരു വിവാഹ വീടിൻ്റെതായ തിരക്കുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഗോവിന്ദനും സാഗറും തമ്മിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു. വിവാഹത്തിന് ഐഷുവിനും മിത്രയ്ക്കും മറ്റുള്ളവർക്കും ഇടാനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റൈൽസിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. അത് കഴിഞ്ഞ് നേരെ ജ്വല്ലറിയിലേക്ക്. കാശിയും വിശ്വയും അജുവും ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ശിവ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. അങ്ങനെ എല്ലാവരും കൂടി റെഡിയായി നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പുറപ്പെട്ടു. മിഥു അമ്മയും അച്ഛനും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെല്ലാം ഒരുപാട് ഹാപ്പിയായിരുന്നു. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ശിവയും ഒരുപാട് ഹാപ്പിയായി. ശ്രീയെയും ഐഷുവിനെയും ഭദ്രയും വിദ്യയും ശ്രദ്ധിക്കണം. കാർ എടുക്കും മുന്നേ ശിവ വിച്ചുവിനോടും കാശിയോടും അജുവിനോടും വിശ്വയോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സാരി എങ്ങനെയുണ്ട് ഐഷു? ഒരു ഗ്രീൻ കളർ സാരി എടുത്ത് ഐഷുവിന് നേരെ കാണിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. അവൾ ആ സാരി വാങ്ങി നോക്കി. ഇത് വേണ്ടമ്മേ, വേറെ നോക്കാം, അവൾ പറഞ്ഞു. പാറു അവളെ കൂർപ്പിച്ച് നോക്കി. എന്നാ ഇനി നീ തന്നെ തിരഞ്ഞു നോക്ക്, എനിക്ക് വയ്യ. എത്ര നേരമായി ഒരു സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു. പാറു ചെയറിൽ നിന്നും എഴുന്നേറ്റു. അയ്യോ, അമ്മ പിണങ്ങി പോവാണോ? ഐഷുവിന് വേണ്ടി സാരി സെലക്ട് ചെയ്യുന്ന മിത്ര ചോദിച്ചു. ഭദ്രയും വിദ്യയും ദേവയാനിയും ഉണ്ട് അവളുടെ കൂടെ. എനിക്ക് വയ്യ മോളെ, എത്ര നേരമായി ഞാനിങ്ങനെ ഓരോ സാരി എടുത്തിടുന്നു. ഇവൾക്കാണെങ്കിൽ ഒന്നും ഇഷ്ടാവുന്നുമില്ല, പാറു പറഞ്ഞു. ഐഷു പക്ഷേ അത് കാര്യമാക്കാതെ ശിവയുടെയും സാഗറിൻ്റെയും ഗോവിന്ദൻ്റെയും ദിനകരൻ്റെയും ഒപ്പം നിന്ന് സംസാരിക്കുന്ന മിഥുവിനെയാണ് നോക്കുന്നത്. ഭദ്ര അത് വ്യക്തമായി കാണുകയും ചെയ്തു. അവൾക്ക് ചിരി വന്നു. എൻ്റെ അമ്മയെ ഞാനും ഇത്രയും ഇന്ന് മുഴുവനും നിന്ന് ഇവൾക്കുള്ള സാരി നോക്കിയാലും ഐഷുവിന് അത് ഇഷ്ടാവുമെന്ന് തോന്നണില്ല, ഭദ്ര പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മിത്രയ്ക്ക് മനസ്സിലായില്ല. അത് വേറൊന്നുമല്ല മിത്രേച്ചി, നമ്മളിവിടെ ഓരോ സാരി എടുത്ത് ഐശ്വര്യയെ കാണിക്കുന്നു. പക്ഷേ ഐശ്വര്യയുടെ നോട്ടം മുഴുവൻ മിഥുനേട്ടനില്ല. എനിക്ക് തോന്നുന്നത് മിഥുനേട്ടൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതേ ചേച്ചിക്ക് ഇഷ്ടാവുന്ന, വിദ്യ കുറുമ്പോടെ പറഞ്ഞു. ഐഷു അവളെ കൂർപ്പിച്ചു നോക്കി. മിത്രയുടെ ചുണ്ടിൽ എല്ലാം മനസ്സിലായതുപോലെ ഒരു ചിരി വിരിഞ്ഞു. ആണോ മോളെ, മിഥുൻ സാരി സെലക്ട് ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ടോ നിനക്ക്? ദേവയാനി ചോദിച്ചു. അതമ്മേ ഞാൻ മിഥുവേട്ടൻ ഫ്രീ ആണെങ്കിൽ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തല താഴ്ത്തി. പാറുവും ദേവയാനിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ഇരുവരും അവർക്കുള്ള സാരി സെലക്ട് ചെയ്തത് മാറ്റിവെച്ച് മിത്രയും ഭദ്രയും വിദ്യയും നോക്കി. മക്കള് പോയി നിങ്ങൾക്കുള്ള ഡ്രസ്സ് നോക്ക്, ഞാനും ദേവയാനി ചേച്ചിയും ഒന്നവിടെ പോയി ഇരിക്കട്ടെ. വയ്യ, എനിക്ക് കാല് കഴിക്കുന്നു. അതും പറഞ്ഞ് പാറു ദേവയാനിയുമായി അല്പം മാറിയുള്ള സോഫയിൽ പോയിരുന്നു. ശിവയോട് സംസാരത്തിലാണെങ്കിലും മിഥുവും ഇടയ്ക്കിടയ്ക്ക് ഐഷുവിനെ നോക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്നാളും ലെഹങ്ക സെക്ഷൻ ഒന്ന് നോക്കിയിട്ട് വരാട്ടോ ഐഷു. നീ നിന്റെ മിഥുവേട്ടനെ വിളിച്ച് ഡ്രസ്സ് സെലക്ട് ആക്ക്, മിത്ര പറഞ്ഞു. അയ്യോ, മൂന്നാളോട് പോവല്ലേ, ഞാൻ തനിച്ചെങ്ങനെയാ? അവൾ വല്ലായ്മയോടെ ചോദിച്ചു. മിഥുനേട്ടനെ വിളിച്ചോ, ഭദ്ര പറഞ്ഞു. അത് അവരവിടെ എന്തോ സംസാരത്തിലല്ലേ, ഐഷു ചോദിച്ചു.
ആഹാ, അത്രയുള്ളോ? അതും പറഞ്ഞ് ഭദ്ര മിഥുവിനെ നോക്കി. അതേ നിമിഷം തന്നെ മിഥുവും അങ്ങോട്ട് നോക്കി. മിഥുനേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഭദ്ര വിളിച്ചു പറഞ്ഞു. മിഥുവും ശിവയും അവർക്കടുത്തേക്ക് നടന്നു. എടുത്തു കഴിഞ്ഞോ? ശിവ ചോദിച്ചു. എവിടെന്ന്? ഈ ഐശുവിന് ഒന്നും ഇഷ്ടാവണില്ല ദത്തേട്ടാ, മിത്ര പറഞ്ഞു. അതെന്താ മോളെ, ഇനി വേറെ കടയിൽ പോയി നോക്കണോ? ശിവ ചോദിച്ചു. ഏയ് വേണ്ടേട്ടാ, ഐശു പെട്ടെന്ന് പറഞ്ഞു. ഇത് അതൊന്നുമല്ല കാര്യം ശിവേട്ടാ, മിഥുനേട്ടൻ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അവൾക്ക്, അതുകൊണ്ട് മിഥുനേട്ടാ ഭാവി ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്ക്, ഭദ്ര കുറുമ്പോടെ പറഞ്ഞു. മിഥു ഐശുവിനെ നോക്കി. ചിരിയോടെ തല താഴ്ത്തി നിൽപ്പുണ്ടവൾ. മിഥുവിൻ്റെ ചുണ്ട് വിടർന്നു. എന്നാ അങ്ങനെ ആവട്ടെ മിഥു. ശിവ മിഥുവിൻ്റെ തോളിൽ ഒന്ന് തട്ടി. മിഥു ചിരിയോടെ തലയാട്ടി. ഞങ്ങൾ ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോവട്ടെ ദത്തേട്ടാ, അവിടെയാ ലഹങ്കയൊക്കെ. ദത്തേട്ടനും വാ, മെൻസ് ഡ്രസ് സെക്ഷനും അവിടെ തന്നെയാ, മിത്ര അവനോട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഭദ്രയുടെയും വിദ്യയുടെയും ഒപ്പം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ശിവയുടെ കണ്ണുകൾ ചുറ്റും ആരെയോ തിരഞ്ഞു. അതേസമയം തന്നെ കാശിയും അജുവും വിശ്വയും വിച്ചുവും കൂടി അങ്ങോട്ട് വന്നു. ശിവ മിഥുവിൻ്റെയും ഐശുവിൻ്റെയും അടുത്ത് നിന്ന് അല്പം നീങ്ങി നിന്നു. നിങ്ങളെല്ലാം എവിടായിരുന്നു? ശിവ ചോദിച്ചു. ഇവിടേക്ക് ഉണ്ടായിരുന്നു ശിവ, ഞാനും വിശ്വയും അകത്തേക്ക് വരുന്ന ആളുകളെ വാച്ച് ചെയ്യായിരുന്നു. അങ്ങനെ സംശയം തോന്നുന്ന രീതിയിൽ ആരുമില്ല, കാശി പറഞ്ഞു. വിച്ചു? ശിവ വിച്ചുവിനെ വിളിച്ചു. ഞാനും അജുവും ഐശുവിനെയും ഇത്രയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ശിവ, വിച്ചുവും പറഞ്ഞു. കാശി, നീയും അജുവും ഇവിടെ ഐശുവിൻ്റെയും മിഥുവിൻ്റെ അടുത്തുണ്ടാവണം, അമ്മമാരെ നോക്കണം. വിച്ചു, നീയും വിശ്വയും കൂടി മിത്രയുടെയും ഭദ്രയുടെയും അടുത്ത് വേണം, ശിവ പറഞ്ഞു. ശരി ശിവ, അപ്പോ നീയോ? വിച്ചു ചോദിച്ചു. ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്, എങ്കിലും പിള്ളേരെ ശ്രദ്ധിക്കണം, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. നീ ടെൻഷൻ ആവണ്ട ശിവ, ഒന്നും സംഭവിക്കില്ല, കാശി ശിവയുടെ തോളിൽ തട്ടി. അങ്ങനെ കരുതാ, പക്ഷേ വിവാഹം അടുക്കുന്തോറും ഉള്ളിൽ എന്തോ ഒരു പേടി, ശിവ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ല. എന്നാ നിങ്ങളിവിടെ നിൽക്ക്, ഐശുവിൻ്റെ മിഥുവിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട, അവർക്ക് പ്രൈവസി കൊടുക്ക്. പിന്നെ പപ്പയുടെ അച്ഛൻ്റെ അങ്കിളിൻ്റെ മേലെയും ഒരു കണ്ണ് വേണം, അവരിതാ അവിടെ അവർക്കുള്ള ഡ്രസ്സ് നോക്കുന്നുണ്ട്. ശിവ തൊട്ടുമാറിയുള്ള ജുബ്ബയുള്ള സെക്ഷനിലേക്ക് വിരൽ ചൂണ്ടി കാശിയോടും അജുവിനോടും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അവന് പിറകെ തന്നെ വിച്ചുവും വിശ്വയും. മിത്രയും ഭദ്രയും വിദ്യയും കൂടി ലഹങ്ക നോക്കുകയാണ്. ഓരോന്ന് എടുത്തു നോക്കും, അതുപോലെ തന്നെ മാറ്റിവെക്കും. ഇത് തന്നെയാണ് അല്പനേരമായിട്ട് നടക്കുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവരെ വാച്ച് ചെയ്തു നിന്ന രണ്ടാളുകളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവരിലൊരാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ സാർ, സാറ് പറഞ്ഞവള് ഞങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്, എത്രയും പെട്ടെന്ന് അവളെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കും, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ട് ചെയ്തു. അവർക്കടുത്തേക്ക് അവന്മാരുടെ കാലുകൾ ചലിച്ചു. എന്നാൽ മിത്രയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ശിവയെ കണ്ടതും അവന്മാർ പെട്ടെന്ന് അവിടെ നിന്നും അല്പം നീങ്ങി നിന്നു. ഛേ, ദേഷ്യത്തോടെ അയാൾ പല്ല് കടിച്ചു. ഇതേ സമയം ഐശുവിൻ്റെയും മിഥുവിൻ്റെയും പിറകെയും അവർ അറിയാതെ അവരെ പിന്തുടരുന്ന രണ്ടുപേരുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ മിഥു തല താഴ്ത്തി നിൽക്കുന്ന ഐശുവിൻ്റെ മുഖം പതിയെ ഒരു വിരലാൽ പിടിച്ചുയർത്തി. തുടരും.